ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരുട്ടിലാക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം സൈലം ഡീര ബാച്ചിൽ ഓൺലൈനായിട്ട് തന്നെ നീറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം സൈലം ടീം നമ്മൾ ഓൺലൈൻകാർക്കായിട്ട് DPP അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വരെ ഓഫ്ലൈനിൽ പഠിക്കുന്നവർക്ക് മാത്രമേ സംഭവം ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഇപ്രാവശ്യം കുറേ പേരുടെ റിക്വസ്റ്റ് കേട്ടിട്ട് അങ്ങനെ നമ്മൾ ഓൺലൈൻകാർക്കും ഈ ഒരു DPP എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു ബുക്സിനെ വെച്ച് ഫസ്റ്റ് റിവ്യൂ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബുക്സ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പാർട്ട് A പാർട്ട് B ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ +1 ഇപ്പം ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ +1 ആ ചാപ്റ്റേഴ്സ് ഫുള്ളും പാർട്ട് A ബുക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ മീൻസ് നമുക്ക് എന്താ പറയുക, എല്ലാ ഇക്വേഷൻസും അതിൻ്റെ ഓരോ സെക്ഷൻസ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും എല്ലാ സംഭവങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2500 ആണ്. അപ്പം എല്ലാ ബുക്സും കൂടെ നമുക്ക് ഒരുമിച്ച് വാങ്ങാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് മേടിക്കുന്ന മുന്നേ വരെ ഞാൻ ക്ലാസ് ടൈമിൽ തന്നെ കൂടുതൽ നോട്ട് ചെയ്താൽ ശ്രമിക്കാറുണ്ട്. അപ്പം ഒരു ക്ലാസ് കാണുമ്പം മീൻസ് അവിടെ നമുക്ക് ആ പോയിൻറ്റ്സ് സ്ലൈഡിലായിട്ട് കാണിക്കുമ്പം അത് എഴുതിയെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് പോസ് ചെയ്ത് എഴുതിയെടുത്ത് മെയിൻ ഇക്വേഷൻ എഴുതി ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ ഓരോ പരിപാടി കഴിഞ്ഞിട്ടാണ് ഒരു ക്ലാസ് കണ്ട് കഴിയാറുള്ളത്. കൂടുതലും ഫിസിക്സും കെമിസ്ട്രിയും. ബയോളജി പിന്നെ വല്ലാതെ കുഴപ്പമില്ലെങ്കിലും അങ്ങനെ പോസ് ചെയ്ത് നോട്ട് ചെയ്തേണ്ട ആവശ്യങ്ങളൊന്നും വരാറില്ല. ടെക്സ്റ്റ് റെഫർ ചെയ്യലാണ്. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ വരുമ്പം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ടെക്സ്റ്റിലൊക്കെ എഴുതി വെക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ നോട്ട്സൊക്കെ എഴുതി ക്ലാസ് കാണുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾക്ക് ഒരു 2 മണിക്കൂറിൻ്റെ ഇപ്പോൾ ഒരു ക്ലാസ് ആണെങ്കിൽ അത് ഏകദേശം കണ്ടു തീരുമ്പോഴത്തേന്, കാരണം നോട്ടൊക്കെ എഴുതി കണ്ടു തീരുമ്പോഴത്തേന് ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്താകും. അപ്പം കുറേ മീൻസ് നമുക്ക് അവിടെ ടൈം വെച്ചാൽ ഇപ്പം നോട്ട് എഴുതിയെടുത്താൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഒക്കെ മനസ്സിലാക്കിയ പോയിന്റ് ഫുള്ള് എഴുതിയെടുക്കുക. അപ്പം കുറേ ടൈം എടുക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പം നോട്ട് എഴുതാതെ മീൻസ് അടുത്തൊരു അല്ലെങ്കിൽ രാത്രി എഴുതാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് എഴുതാതിരിക്കാൻ പറ്റാറില്ല. പിന്നെ അടുത്ത ദിവസത്തെ മീൻസ് കണ്ടിന്യൂഷൻ അല്ല ക്ലാസ് ആയിട്ടുണ്ടാവുക. അപ്പം ഇതിന് റെഫർ ചെയ്യുമ്പോൾ നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ക്ലാസ് കാണാൻ ചെറിയൊരു മടി. അപ്പോൾ ഫസ്റ്റത്തെ നോട്ട്സൊക്കെ എഴുതിയിട്ട് ക്ലാസ് കാണും. അപ്പം അങ്ങനെ കുറേ ടൈം പോകുന്നതാണ് എൻ്റെ ഒരു ആദ്യത്തെ റെഗുലർ ആയിട്ടുള്ള റൊട്ടീനിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് തരുന്ന അതേ സ്ലൈഡ് തന്നെയാണ്. അതിനൊരു ഹാർഡ് കോപ്പി വേർഷനാണ് ഈ ഒരു DPP എന്ന് വെച്ചാൽ. സെയിം എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ചിലർ മീൻസ് ഇത് മേടിക്കണമെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നോട്ട് എഴുതാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയതിൽ, കാരണം നമുക്ക് ടൈം സേവ് ചെയ്യാമല്ലോ. പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാനുള്ള സ്പേസും ഉണ്ട്. അപ്പം നമുക്ക് ആ നോട്ടിൽ എഴുതുന്നതിന് പകരം അതിലൊക്കെ എഴുതി വെച്ചാൽ പിന്നെ നമുക്ക് വല്ല റിവിഷൻ ടൈമിലൊക്കെ ഒറ്റ ബുക്ക് റെഫർ ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ ഒരു അവസ്ഥ വെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു മീൻസ് ഓരോ ചാപ്റ്ററിലും ഒരു 4-5 ചാപ്റ്റേഴ്സൊക്കെ ഞാൻ നോട്ട് ഇങ്ങനെ എഴുതിയെടുക്കാറായിരുന്നു പതിവ്. ഇപ്പം ഇത് DPP മേടിക്കുന്ന മുന്നേ വരെ അങ്ങനെ എഴുതലായിരുന്നു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഒരു നോട്ട്ബുക്കിൽ കൂടിപ്പോയൊരു 3-4 ചാപ്റ്റേഴ്സ് കൊള്ളത്തുള്ളൂ. കാരണം അത്രയും മീൻസ് ഡീപ്പായിട്ട് ഞാൻ കുറച്ച് നോട്ട്സ് എഴുതി വെക്കാറുണ്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. കാരണം ഇക്വേഷൻസ് പിന്നെ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എൻ്റേതായിട്ടുള്ള ഭാഷയിൽ എഴുതും. പിന്നെ അതിലെന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അങ്ങനെ എഴുതിയെടുക്കും. പക്ഷേ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ലാസ്റ്റ് റിവിഷൻ ടൈമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിന് ഒരു 7 to 8 നോട്ട്ബുക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് പഠിക്കണോ ഇത് പഠിക്കാനുള്ള കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ അപ്പം എനിക്ക് അതിനെക്കാട്ടും ബെറ്റർ തോന്നുന്നില്ല DPP. കാരണം DPPയിൽ എല്ലാതും ഉണ്ട്. നമുക്ക് എടുത്ത സ്ലൈഡ് അതേ മീൻസ് ഫുൾ കോപ്പി അതേ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് റിവിഷൻ ടൈമിൽ ഒത്തിരി നോട്ട്ബുക്കിനെ റെഫർ ചെയ്ത് മീൻസ് ആ ഒരു സംഭവം ടെക്സ്റ്റൈൽ ആ ഒരു സംഭവത്തിന് റെഫർ ചെയ്താൽ മതിയല്ലോ. പിന്നെ അതിലാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസും ചെയ്യാനൊക്കെ ഉണ്ട്. ഓരോ സെക്ഷൻസ് കഴിഞ്ഞാൽ ആ സെക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം DPPയിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈവ് ക്ലാസ് കാണുമ്പം ഇപ്പം DPPയിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ ബയോളജിൻ്റെ DPPയിലെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോഴത്തെ പുതിയ വേർഷൻ NCERT ആണ്. പക്ഷെ നമുക്ക് നീറ്റ് സിലബസിലുള്ള ഓൾഡ് ടൈപ്പ് സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിലില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒക്കെ ഞാൻ എഴുതിയെടുക്കലായിരുന്നു. കാരണം കുറേ ടൈം എടുക്കുകയും ചെയ്യും. കാരണം നമുക്ക് നോട്ട് വെച്ച് പഠിക്കണമെങ്കിൽ ഞാൻ ഫുള്ള് സ്ലൈഡൊക്കെ ഇട്ട് ഇങ്ങനെ ഇല്ലാത്ത പോർഷൻസൊക്കെ ഒരു വേറെ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതിയെടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ DPP മേടിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സ്ലൈഡിൽ ഇവരിപ്പം NCERTൻ്റെ ഔട്ട് ഓഫ്, അതായത് പുതിയ NCERTയിൽ ഇല്ലാത്ത പോർഷൻസ് നീറ്റിന് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പോർഷൻസൊക്കെ അതായത് നമുക്ക് സ്ലൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാറുണ്ട്. അതിനെ പഠിപ്പിക്കൽ. അപ്പോൾ അതേ സംഭവം എഴുതിയെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും. എന്നാൽ ഇതിപ്പോൾ DPP മേടിച്ചുകൊണ്ട് DPPയിൽ എല്ലാത്തിലും ആ ഒരു സെയിം സംഭവം. ഇപ്പോൾ ബയോളജിയിലൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ മറ്റേ ഫാമിലി ഇപ്പോൾ മോർഫോളജി ചാപ്റ്റർ എടുത്താൽ ആ ഫാമിലീസിൻ്റെ ഭാഗങ്ങളൊന്നും NCERTയിൽ പുതിയ NCERTയിൽ ഇല്ല. അപ്പം ഓൾഡ് NCERT ഉള്ളവർക്ക് മാത്രം അങ്ങനെ പഠിക്കാൻ മീൻസ് നമുക്ക് ഡയറക്റ്റ് നോക്കി പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിപ്പം DPPയിലുള്ളതുകൊണ്ട് നമുക്ക് ഒക്കെ എന്താ പറയുക അങ്ങോട്ട് പഠിച്ചു പോകാവുള്ളൂ. പിന്നെ എന്തായാലും ബയോളജി എന്ന് വെച്ചാൽ
ഫുള്ളി DPP അല്ലെങ്കിൽ അതിനെക്കാട്ടും നമ്മൾ NCERT കൂടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം DPP വെച്ചാൽ നമുക്ക് പെട്ടെന്നുള്ള റിവിഷൻക്കൊക്കെ ആ ഒരു ബയോളജി സഹായിക്കും. പിന്നെ എന്തായാലും നമുക്ക് NCERT റീഡിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ പറയാമെന്ന് വെച്ചത് വേറൊന്നുമില്ല, മീൻസ് ഈ സൈലം ബാച്ചിൽ തന്നെ പഠിക്കുന്ന കുറേ പേര് എൻ്റെ വീഡിയോയുടെ ഒരു കമൻറ്റ്സ് ചോദിക്കാറുണ്ട്, DPP ഇപ്പം മേടിച്ചത് യൂസ്ഫുൾ ആയോ, ഇനിയിപ്പം ഞങ്ങൾക്കും മേടിക്കണമെന്നൊക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് നല്ല യൂസ്ഫുൾ തന്നെയാണ്. കാരണം നോട്ട് ചെയ്തെടുക്കുക, ആ ടൈം സേവ് ചെയ്തു. പിന്നെ റിവിഷൻ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് കുറേ നോട്ട്ബുക്ക് റെഫർ ചെയ്തിട്ടാണെന്നല്ലോ ഒറ്റ നോട്ട്ബുക്ക് റെഫർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 2500 നമ്മൾ സൈലം സ്റ്റോറിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ നീറ്റ് റിലേറ്റഡ് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം മീൻസ് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങാം, അല്ലാത്തവർക്ക് മീൻസ് നമ്മുടെ സാധാ സ്ലൈഡ് തന്നെ ഫോളോ ചെയ്ത് നോട്ട്സൊക്കെ എഴുതിയെടുത്താലും മതിയാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ.